കഴിഞ്ഞ ദിവസം കുണ്ടറയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിലെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ PC വിഷ്ണുനാഥ് വന്ന സംഭവം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് PC വിഷ്ണുനാഥിനോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ച സാധാരണക്കാരായ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തൊഴിലാളി, അവർക്ക് PC വിഷ്ണുനാഥ് കുറച്ച് കൊടുത്ത മറുപടിയിൽ നിന്നാണ് ഈ പറയുന്ന വിവാദങ്ങളിലോട്ട് കാര്യങ്ങൾ കത്തിക്കേറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുന്നവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോദ്യം അല്ലെങ്കിൽ ചോദ്യം വേണ്ട ഒരാവശ്യം ഉന്നയിക്കുന്നവരെ മൊത്തം CPM പ്രവർത്തകരാക്കി മാറ്റുന്ന ഒരു കോൺഗ്രസിന്റെ സ്ഥിരം രീതി ഉണ്ടല്ലോ. അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് നേടിയെടുത്ത് തരണം എന്ന് പറയുന്ന സമയത്ത് അവരെ പ്രതിപക്ഷത്തിരുന്ന് ഒന്നും ചെയ്യാത്തവരായ ഈ പറയുന്ന UDFകാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേണാണ്. അതെല്ലാം CPMന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുക എന്നുള്ളത്. നിങ്ങൾ CPM പ്രവർത്തകരല്ലേ, അല്ലെ നിങ്ങൾ CPMകാരല്ലേ, അവരോട് പോയി ചോദിക്കുക എന്നുള്ള ഒരു നയം. അത് തന്നെയല്ലേ ഇപ്പൊ ഇവിടെ ഈ PC വിഷ്ണുനാഥും കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണേണ്ട അവര് CPMകാരിയാണ് എന്നും ജയ എന്നാണ് അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവര് CPM പ്രതിനിധിയാണെന്നും പാർട്ടിക്കാരിയാണ്, അവരുടെ മകൾ എവിടെയോ മത്സരിച്ചു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ മറ്റോ CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ പരമാവധി CPMന്റെ ഒരു തട്ടകത്തിലേക്ക് കൊണ്ട് കെട്ടുകയാണ്. അവിടെ അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ആ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതായത് 5 വർഷത്തിന് മുന്നേ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത്, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിപ്പോ ഈ പറയുന്ന UDFകാരോടല്ല കോൺഗ്രസ്സുകാരോടെന്നല്ല, ആരാണ് നിങ്ങളുടെ മുന്നിൽ വന്നാലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദിക്കാൻ അവകാശമുള്ളവരാണ് നമ്മളെല്ലാരും. നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാൻ നമുക്ക്, അത് ഏത് പാർട്ടിന്നൊന്നും നോക്കണ്ട, ആരുടെ മുഖം നോക്കണ്ട, നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. അതിപ്പോ CPMകാർ LDFകാർ വന്നാലും ശരി. മുകേഷിന് കിട്ടിയതല്ലേ പണി. മുകേഷ് ഇതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ചെന്നപ്പോൾ ആരാന്ന് ചോദിച്ചു, എന്നെ അറിയില്ലേ എന്ന് മുകേഷ് തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകേഷിനെ സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നു. അത് തങ്കശ്ശേരി ആ ഭാഗത്ത് എവിടെ വെച്ചിട്ടാണ്. അപ്പം സ്വാഭാവികമെന്നോണം ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കണം. അപ്പോൾ PC വിഷ്ണുനാഥ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് മേടിക്കാൻ വേണ്ടി വന്നതല്ലേ, അത് ചോദിച്ചുകൊണ്ട് വന്നതാണ്, പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പം ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ഇവർ അവിടെ ഉള്ള ഒരു KPPO അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു കമ്പനിയിൽ, കാഷ്യൂ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതിൻ്റെ ഒരു കൺവീനറായിരുന്നു, INTUSന്റെ സംഘടനയുടെ കൺവീനർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് അവർ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനും ഒരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് PC വിഷ്ണുനാഥിനോട് അവർ പറയുന്നുണ്ട്. അവിടുത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ചെയ്യുന്നു, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്. പക്ഷെ അവിടെ ഈ PC വിഷ്ണുനാഥ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അതിനകത്തിലെ രസം. പോറ്റിയെ കയറ്റിയത് ആരാന്നറിയാവോ എന്ന് ഇവരോട് ചോദിക്കേണ്ട ആവശ്യം എന്തുവാ? അവർ പറയും പോറ്റിയെ കയറ്റിയത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് അവർ തിരിച്ചു പറയുന്നു. PC വിഷ്ണുനാഥ് ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ചാൽ PC വിഷ്ണുനാഥ് ഒരുമാതിരി PR വർക്കിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതായത് ഇതിനു മുൻപ് തന്നെ കുണ്ടറക്കാരെ സംബന്ധിച്ചിടത്തോളം PC വിഷ്ണുനാഥ് അത്യാവശ്യം ഒരു അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന നേതാവ് എന്ന് വെച്ചാൽ യുവാക്കൾക്കിടയിൽ വലിയ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയോ ഷാഫി പറമ്പിലിനെ പോലെയോ ഒന്നും പേരുദോഷം ഉണ്ടാക്കാത്ത ഒരു നേതാവാണ് PC വിഷ്ണുനാഥ്. കുറച്ചുകൂടെ മാന്യനായ രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറയാൻ പറ്റും. അദ്ദേഹത്തിന് പിന്നെ പാടാനൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ പോറ്റിയെ കയറ്റിയ ഇതിൻ്റെ മുന്നിൽ പോയിരുന്നുകൊണ്ട് പാടിയത്. എന്നിട്ട് പലതും കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട വിഷയമുണ്ട്, സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം കാഷ്യൂ ഫാക്ടറിയിലെ അവർക്ക് ക്ഷേമനിധിയും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സർക്കാർ ഇടപെടേണ്ട വിഷയമുണ്ട്. എന്നാൽ PC വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സബ്മിഷനോട് ഉയർത്തിയിട്ടുണ്ട്? ഇവർക്ക് ഇത് മേടിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അവിടെയെല്ലാം PC വിഷ്ണുനാഥ് അടക്കമുള്ള ഇവിടുത്തെ യുവ നേതാക്കന്മാരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമം മാത്രമാണ്. അതായത് മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലൂടെ ചേർന്നുകൊണ്ട് എന്തൊക്കെ നാടകങ്ങളാണ് കളിച്ചത്? ഒരു അപഹാസ്യരാകുന്ന തരത്തിലുള്ള നാടകങ്ങളല്ലേ കളിച്ചത്. ഈ പെൻഷൻ കൂട്ടിയത് ആരാ? 500 കൂട്ടി 600 ആക്കിയതാരാ? അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പോലെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഇവർ ഇങ്ങനെ വെറും നാടകം കളിച്ചു എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു പ്രാധാന്യമില്ല. പിന്നീട് ഇപ്പൊ PC വിഷ്ണുനാഥ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരിയാക്കുക. അവർ തുറന്നു പറയുന്നുണ്ട്, എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ആ വിവാഹം കഴിപ്പിച്ചയച്ച സമയത്ത് അവരുടെ ഭർത്താവും അവൻ്റെ വീട്ടുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് CPMുമായി LDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനോട് അനുഭവമുള്ള വീട്ടുകാരാണ്. അപ്പം എൻ്റെ മകൾ അവിടെ പോയി അവിടെ LDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് വെച്ചാൽ ഭർത്തൃ വീട്ടുകാർ പറഞ്ഞിട്ട്
അവർക്കെതിരായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോഴും അടിയുറച്ചൊരു കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പറയുന്ന ഇനി അവരും ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് തന്നെ വിചാരിച്ചു, അവരും CPM പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് PC വിഷ്ണുനാഥ് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പുള്ളി അവിടുത്തെ MLA അല്ലേ? തീർച്ചയായിട്ടും അതാണ് PC വിഷ്ണുനാഥ്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ജനസേവകർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ഭരിക്കുന്ന അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് അവർ പ്രതിപക്ഷത്തേക്ക് പോകുന്നു, ഭൂരിപക്ഷം കിട്ടിയവർ ഭരണപക്ഷത്തേക്ക് പോകുന്നു. ഇതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അവർക്ക് അവരുടേതായ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ VD സതീശൻ ഏതോ ഒരു MLA കുറിച്ച്, ഞാൻ MLA പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഒരു ആദ്യമായിട്ട് ചുമതലയേറ്റ ഒരു MLA ആണ്, ആദ്യമായിട്ട് അത് MLA ആവുകയാണ്. അപ്പം അയാളുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു അസൂയാവഹമായ പുരോഗതിയാണ് ഉണ്ടായത്, ഭയങ്കരമായ ഡെവലപ്മെന്റ് ഉണ്ട്, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് അസൂയ തോന്നുന്നുണ്ട് എന്ന് VD സതീശൻ പ്രസംഗിക്കുന്നത് കേട്ടു. എങ്ങനെയാണ് അവിടെ ഇത്രയും വലിയ വികസനം ഉണ്ടായത്? സർക്കാർ അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന MLA മാരെന്നോ ഭരണപക്ഷത്തിരിക്കുന്ന MLA മാരെന്നോ വിവേചനത്തോടു കൂടിയാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? അല്ല എന്ന് പറയേണ്ടി വരും. കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവിന് പോലും അസൂയ തോന്നുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ എന്ന് വെച്ചാൽ ആ MLA അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ മണ്ഡലത്തിലേക്ക് കൃത്യമായി, തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളിലേക്ക് കൃത്യമായി വികസനങ്ങൾ എത്തിക്കാൻ വേണ്ടി, ആ റോഡായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, തോട് നിർമ്മാണമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവിടുത്തെ സ്കൂളുകളുടെ വികസനമാണെങ്കിലും ആശുപത്രിയുടെ വികസനങ്ങളാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടും ആ MLA കിണഞ്ഞ് പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് UDFന്റെ MLA ആയതുകൊണ്ട് മാത്രമല്ല, അയാൾ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായി, ആ MLAക്ക് ജനങ്ങളോട് താല്പര്യം ഉണ്ടായി. ആ താല്പര്യം സർക്കാർ കണ്ടറിഞ്ഞുകൊണ്ട് സർക്കാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതല്ലേ അവിടെ സംഭവിച്ചത്. എന്തുകൊണ്ട് PC വിഷ്ണുനാഥ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല? ഇപ്പൊ സർക്കാർ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ശത്രുവല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. സർക്കാർ പ്രതിപക്ഷത്തിന്റെ ശത്രുവല്ല, സർക്കാരിനെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിരുത്തൽ ശക്തിയായി മാറുകയാണ് ഏതൊരു പ്രതിപക്ഷവും ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ല സർക്കാർ കൊണ്ടുവരുന്ന ഏത് നടപടികളെയും ഏത് പ്രവർത്തനങ്ങളെയും വികസന കാര്യങ്ങളെയും അഡമന്റായിട്ട് കണ്ണും പൂട്ടി ബ്ലൈൻഡായിട്ട് എതിർക്കുന്ന ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ല. അവരെന്തിനു പ്രതിപക്ഷത്തിരിക്കണം? സർക്കാർ ഇപ്പോൾ ഒരു ജനോപകാരപ്രദമായ ഇപ്പൊ തീരദേശ ഹൈവേ ഇവിടുത്തെ പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, മലയോര ഹൈവേ പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, തുരങ്കപാത പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, ഇവിടുത്തെ ദേശീയപാത വികസനം പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, വിഴിഞ്ഞം പ്രോജക്റ്റ് പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്, ഇവിടെ K-ഫോൺ എതിർത്തിട്ടുണ്ട്, AI ക്യാമറയുടെ മേളിൽ കൊട്ട കൊണ്ട് വെച്ച നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? ഇവരെല്ലാം എതിർത്തിട്ടുണ്ട്. ഈ പറയുന്ന ഏതൊക്കെ ഗുണം കിട്ടുന്ന ഏതൊക്കെ പ്രോജക്റ്റ് ഉണ്ടോ ആ പ്രോജക്റ്റിനെ എതിർക്കുന്നതല്ലാതെ ഇതിനകത്തുള്ള എന്താണ് ഇതിൽ ശരിക്കും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് സർക്കാരുമായി ഒരു തുറന്ന സംവാദത്തിനോ ചർച്ചയ്ക്കോ തയ്യാറാവണം. ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ആ ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യാനും അത് വേണ്ടി വന്നാൽ തിരുത്തുന്നതിനാവശ്യമായി സർക്കാരിനൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. K-ഫോൺ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യമല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങുന്ന സമയത്ത് കണ്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ K-ഫോൺ എന്തിനാ നമ്മുടെ കേരളത്തിന്? ഇപ്പം വൈഫൈ ഉണ്ട്, ഇനി നാളെ അത് Y6 ആവും, Y7 ആവും. നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കുന്നത് ഈ വൈഫൈ ആണോ Y5 ആണോ? നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ്. നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയോട് നമുക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. VD സതീശനേക്കാൾ എന്തുകൊണ്ട് യോഗ്യനായ ഒരു നേതാവ് എനിക്കിപ്പോഴും ചെന്നിത്തല എന്നാണ് തോന്നുന്നില്ല. ആ ചെന്നിത്തല ഇവിടുത്തെ K-ഫോണിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇന്നിപ്പോ വൈഫൈ ഉണ്ട്, നാളെ അത് Y6 ആവും, Y7 ആവുമെന്ന്. ഈ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ പൊട്ടന്മാരാണ്. ഇന്നത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് പോലും എന്താണ് വൈഫൈ എന്നുള്ളതിനെ കുറിച്ച് അറിയാം. ആ വൈഫൈയുടെ യൂസേജ് എന്താണ്. ഇത് നാളെ വൈഫൈ തുടങ്ങിയ കാലം പോലെ ഇതിന് വൈഫൈ എന്ന് തന്നെ പേര്. ഇത് നാളെ ഇത് Y6 ആവില്ല. അങ്ങനെ ചിലപ്പോ ആയിരിക്കും. ഒന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ 2G 3G എന്നൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ, 2G സ്പെക്ട്രം. അത് ഇപ്പൊ കോൺഗ്രസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് 2G സ്പെക്ട്രം. കാര്യം ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു ലേലം നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപക്ഷെ പുള്ളി വിചാരിച്ച എങ്ങനെ ആയിരിക്കും 5G ഇനി 6G 7G അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. 6G ആവും 7G ആവും, ജനറേഷൻ എന്നുള്ളതാണല്ലോ അതിന്റെ കണക്ഷൻ. പക്ഷെ ഈ വൈഫൈ എന്നുള്ള Y6 ഉം Y7 ആവുന്ന എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അത്രയ്ക്ക് പോലും
ഇതിനെ ആധികാരികമായി മനസ്സിലാക്കാത്ത എല്ലാത്തിനെയും എതിർത്തുകൊണ്ടിരിക്കുക. കെ ഫോണിനെ കുറിച്ച് പലരും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കെ ഫോൺ വരുന്നതിലൂടെ ഇപ്പൊ ഈ പറയുന്ന വീടുകളിലേക്ക് വൈഫൈ കണക്ഷനുകൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. എ ഐ ക്യാമറ എന്തുകൊണ്ട് മികച്ചതാവുന്നു, അല്ലെങ്കിൽ എ ഐ ക്യാമറ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമല്ലേ? അതേ എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ആലിൻ ഷെറിൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു കുട്ടി എന്ന് പറയുന്നില്ല, ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെടുന്നു. ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. ഏറ്റവും ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ നിന്നല്ല ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയദാതാവായ മോള് മാറുകയാണ്. എന്തുകൊണ്ട് ആക്സിഡന്റ് സംഭവിച്ചു? റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് വാഹനം എടുത്തുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പറയുന്ന ആ കുടുംബത്തിന്റെ, അരുണിന്റെയോ അല്ലെങ്കിൽ ആ ഷെറിന്റെയോ ഒരു കുറ്റം കൊണ്ടല്ല ആ കുഞ്ഞ് മരണപ്പെടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊരാൾ അമിത വേഗതയിൽ വാഹനം ഓടിച്ചുകൊണ്ട് കയറ്റുക ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു ട്രാഫിക് നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ശക്തമാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടമൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പോൾ നമുക്ക് ദേശീയപാത വികസനം വരുമ്പോൾ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകാൻ 3 ട്രാക്കുകളിലൂടെയാണ് വാഹനം സഞ്ചരിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടതല്ലേ? ഇപ്പൊ പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ VD സതീശൻ തന്നെ ഈ പറയുന്ന നമ്മുടെ പുതിയ ദേശീയപാതയിൽ ട്രാക്ടറുകൾ, JCB, ഓട്ടോറിക്ഷ, 2 വീലേഴ്സ് ഇതിനൊക്കെ പ്രൊഹിബിഷൻ ഏർപ്പെടുത്തി. അതിലൊന്നും പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ 3 ട്രാക്ക് എന്ന് പറഞ്ഞാൽ 3 സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണ്. അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ കടത്തിവേണ്ടത്. ഇപ്പൊ ഈ പറയുന്ന പോലെ 2 വീലറൊക്കെ ആയിക്കഴിഞ്ഞാൽ 2 വീലറൊക്കെ നാളെ പിന്നെ എലവേറ്റഡ് ഹൈവേ എന്ന് പറന്നു പോയി അതിൽ തെങ്ങിന്റെ മുകളിലിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. കാര്യം പരമാവധി വേഗത നമ്മൾ അവിടെ ക്രൂയിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കയ്യിലെടുക്കേണ്ടത്? അല്ല. അവർക്ക് വേണ്ടത് ഇപ്പം PC വിഷ്ണുനാഥ് സംഭവിച്ചതാ. PC വിഷ്ണുനാഥ് ശരിക്കും അവർ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി എത്തിയ നിങ്ങൾ പിന്നെ 5 വർഷത്തിന് ശേഷം ദാ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? ഞങ്ങളുടെ കുടിവെള്ള പ്രശ്നം, ഞങ്ങൾ പിന്നെ ഈ കാഷ്യൂ ഫാക്ടറിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത് മാറ്റിത്തരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ നാണമില്ലാതെ PR വർക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കന്മാർ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. അത് LDF ആണെങ്കിലും ശരി, UDF ആണെങ്കിലും ശരി, ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കൊടിയ അപരാധമാണെന്നേ. ജനങ്ങൾ ചോദിച്ചു തുടങ്ങും. മുകേഷിനെ പറ്റി കൊല്ലത്ത് മുൻപ് 2ാമത്തെ തവണ മുകേഷ് മത്സരത്തിന് ഇറങ്ങുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് മുകേഷിനെ പറ്റിയത്. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് മുകേഷ് ഇറങ്ങി ചെന്നപ്പോൾ ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ച് ഒരു MLA സംബന്ധിച്ചിടത്തോളം കേൾക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ചോദ്യമല്ലേ അത്? ഒരു ജനപ്രതിനിധിയാണ്, അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധിയാണ്. ഏറ്റവും മോശപ്പെട്ട കാര്യം, നിങ്ങൾ ആരാണ്? മുകേഷ് പറഞ്ഞു, എന്നെ അറിയില്ലേ? ഇല്ല, അറിയില്ല. ഞാൻ ഈ സിനിമയിലൊക്കെ അപ്പോഴും മുകേഷിന് അത് പറയേണ്ടി വന്നു. ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എന്ന് പറയേണ്ടി വന്നു. ഞാൻ നിങ്ങളുടെ MLA ആണെന്ന് 2ാമതാ പറയുന്നത്. അപ്പൊ ജനങ്ങൾ ചെയ്യും, MLA ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്തു തന്നു. എന്തിനാണ് ഒരു MLA, ഒരു ജനപ്രതിനിധി എന്തിനാണ്? തങ്ങളുടെ വിഷയങ്ങൾ ഉയർത്താണ്. ആ സമയത്ത് ലോക്സഭയിൽ മുന്നിൽ പോരുന്ന പോറ്റിയെ കയറ്റിയ പാട്ട് പാടാൻ പോയിരിക്കുകയാണ് PC വിഷ്ണുനാഥ്. നമ്മൾ മനസ്സിലാക്കണം. പലയിടങ്ങളിലും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെ ആയിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ചെയ്യേണ്ടിയിരിക്കുന്ന പല പ്രോജക്റ്റുകളും ഉണ്ട്. എന്തുകൊണ്ട് ഇതൊന്നും മണ്ഡലത്തിലേക്ക് എത്തുന്നില്ല? NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലത്തിന്റെ MP ആയിട്ടിരിപ്പുണ്ടല്ലോ, അയാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവസരം കിട്ടുന്ന സമയത്തെല്ലാം നരേന്ദ്രമോദി കൂടെ പോലും ചായ കുടിക്കുകയല്ലേ? അവസരം കിട്ടുന്ന സമയത്ത് ഇതുകൂടാതെ ഇന്ത്യൻ റെയിൽവേ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വികസനത്തിന്റെ പാതയിലാണ് എന്ന് വരെ NK പ്രേമേന്ദ്രൻ വെച്ച് കാച്ചുന്നുണ്ട്. തരം കിട്ടുമ്പോഴൊക്കെ മോദി ഭക്തി കൂടുതൽ, മോദി സ്തുതി കൂടുതൽ. അല്ല, വളരെ MK പ്രേമേന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദാർശനികമായി സംസാരിക്കുന്ന ആൾക്കാരാണ്. വളരെ എനിക്ക് പ്രേമേന്ദ്രന്റെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംസാരം വെച്ചാൽ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണ്. കാര്യം നല്ല ഭംഗിയുള്ള വടിവത്ത വാക്കുകളാണ് NK പ്രേമേന്ദ്രൻ എപ്പോഴും പ്രസംഗിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ പ്രസംഗിക്കുന്നതെല്ലാം മോദി ഭക്തിയാണ് ഇപ്പോൾ ഈയിടെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്ത് നാറിയ തരം PR വർക്ക് നടത്തും. ഇനി തൻ്റെ കൂടെ തനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വന്ന, ഒരുപക്ഷെ അവർക്ക് വേണ്ടി നാട്ടിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ പ്രവർത്തകരിൽ ഒരാളായിരിക്കും ഈ പറയുന്ന സ്ത്രീ. അവരെ പോലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അവരെ ഇങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാനാണ് PC വിഷ്ണുനാഥ് ശ്രമിക്കുന്നത്. അല്ല, സ്വന്തം തെറ്റ് അവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അത് തിരുത്തുന്നതിനാവശ്യമായ നടപടികളിലേക്കല്ല പോകുന്നത്. ഇതാണ് പറയുന്നത്. PR വർക്കും കൊണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പല ചോദ്യങ്ങളും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം PR വർക്കുമായിട്ട് ഇറങ്ങിയാൽ മതി. തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ആ ഒരു ട്രാക്ക് പിടിച്ച് നിൽക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്.